ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു യൂട്യൂബിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു യൂട്യൂബ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ട് പല കാരണങ്ങളാലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതൊരു കൂണാണ്. ഇത് ഞാൻ തന്നെ വളർത്തിയ ഒരു കൂണാണ്. ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് വലുതായിട്ട് സക്സസ് ആയിട്ടില്ല. ഇത് ചകിരിച്ചോറിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ വീട്ടിൽ കൂണിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ എൻ്റെ പപ്പയുടെ ഇരിക്കുന്നത് ഞാൻ കുറച്ച് വിത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കവറിനകത്ത് വീട്ടിൽ നിന്ന് കവർ തന്നായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വൈക്കോൽ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വൈക്കോൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നു വിട്ടു. പക്ഷേ വൈക്കോൽ എടുത്തപ്പോൾ എനിക്ക് അലർജി, ഭയങ്കര തുമ്മലും പ്രശ്നമൊക്കെ ആയപ്പോൾ ഞാനതങ്ങ് മാറ്റിയിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം നമ്മുടെ ചകിരിച്ചോറിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചകിരിച്ചോറ് നിറച്ച് ചെയ്തതാണ്. പക്ഷേ ഇത് ഫുള്ള് നിറയ്ക്കേണ്ടതായിരുന്നു. 2 പാക്കറ്റ് പപ്പ തന്നതുകൊണ്ട് ഞാൻ 2 പാക്കറ്റിലാക്കിയതാണ്. എന്നാലും കുഴപ്പമില്ല. ആദ്യമൊക്കെ കുറച്ച് വന്നിരുന്നു. ചെറിയൊരു അതിഥി എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നു. കഴിഞ്ഞ മാസം 18-ാം തീയതി ഞങ്ങളുടെ ഏക മകൻ ആരോൺ തോമസ് കോശി ഈ ലോകത്തോട് വിട പറഞ്ഞു, പെട്ടെന്നുള്ള ഒരു ആക്സിഡൻറ്റ് മൂലം. അന്ന് ഈ 15 ദിവസം ഇത് ഇരുട്ട് റൂമിൽ വെക്കണമായിരുന്നു. മോന് ആക്സിഡൻറ്റ് പറ്റുന്ന ദിവസമാണ്. അതിൻ്റെ തലേന്നാണ് ഞാൻ എടുത്ത് ഓപ്പണിൽ വെച്ചത്. പിന്നെ 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കുഞ്ഞ്. 4-ാം ദിവസം ആയിരുന്നു കുഞ്ഞ് മരിച്ചു പോയത്. അപ്പം അത് കഴിഞ്ഞ് അപ്പോൾ ഇത് ഇവിടെ 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കിത് ചുവ്വേ നേരെ നോക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വീടൊക്കെ എല്ലാവരും ക്ലീൻ ചെയ്തപ്പോൾ ഇതങ്ങനെ ബാറ്റിയിട്ടത് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പിന്നെ അപ്പോൾ കുറേ കൂണുകൾ ഞാൻ നോക്കിയപ്പോൾ അഴുകിപ്പോയിരുന്നു. പിന്നെ 1-2 പീസുകളൊക്കെ കിട്ടി. പിന്നെ രണ്ടാമത് ഇപ്പം ഞാൻ എടുത്ത് കളയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇത് ആയി വരുന്നുണ്ട്. അങ്ങനെ അത്ര ഇതില്ല, ഇച്ചിരി കൂടെ നല്ല ഹെൽത്തി അല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. പിന്നെ എനിക്കിത് നോക്കാനും കാണാനും ഒന്നും പറ്റിയില്ല. മാനസികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി മാസങ്ങളായി ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ പക്ഷേ എൻ്റെ കുഞ്ഞ് എൻ്റെ മനസ്സിൽ വന്ന് പറഞ്ഞു, ഞാൻ മാനസികമായിട്ട് തകർന്നിരുന്നത് കൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞ് വന്ന് പറഞ്ഞു. എനിക്ക് ഈ വീഡിയോ, അതായത് കൊറോണ സമയത്ത് എനിക്കിതൊക്കെ ആക്കി തന്നത്. എനിക്കിതിനെപ്പറ്റി യൂട്യൂബ് ചാനലൊന്നും അറിയത്തില്ലായിരുന്നു. കുഞ്ഞായിരുന്നു എനിക്കിതെല്ലാം കാണിച്ച് തന്നത്. അപ്പോൾ അവനായിരുന്നു ആദ്യമൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ എന്നെക്കൊണ്ട് ഞാൻ ചെറുതായിട്ട് അവൻ പഠിപ്പിച്ചൊക്കെ തന്നു. പക്ഷേ ഞാൻ മറന്നുപോയെങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വിടാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇടുന്ന വീഡിയോ ആണ്. എൻ്റെ പ്രയാസങ്ങളൊക്കെ മറക്കാൻ, എൻ്റെ സങ്കടങ്ങൾ മറക്കാൻ എന്നോടിങ്ങനെ പറയുവാണ്, അമ്മ യൂട്യൂബ് ചെയ്യുമെന്ന്. അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇത് ചിപ്പിക്കൂണാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ ഇത് ചെയ്തെടുത്താൽ ഒരു കറിയെ, ഒരു തോരനൊക്കെ ആവും. ഇതെനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഇതായിട്ട് വരാൻ പറ്റുന്നില്ല, പിടിച്ച് നിൽക്കുവാൻ. അത്രയ്ക്കും പ്രയാസമാണ്. ഞങ്ങൾക്ക് ആകെക്കൂടെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. 16-ാമത്തെ വയസ്സിൽ അവനെ പെട്ടെന്നാണ് തിരമാലയുടെ രൂപത്തിൽ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയത്. ഞങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല. എങ്കിലും എൻ്റെ മകൻ്റെ സന്തോഷമായിരിക്കുക എന്നെക്കൊണ്ടിത് ചെയ്യിക്കാൻ പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടമ്മമാർക്കൊരു ആദായവുമായിരിക്കും. പിന്നെന്താണ്, ഒരു ടൈം പാസ് ആയിരിക്കും. അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് കഴിക്കാനും പറ്റും. അതായത് ഇങ്ങനെ ഈ കൂണിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അതായത് നോൺ വെജ് ഒരു ഇറച്ചി തിന്നുന്നതിന് തുല്യമാണ് ഇത്. അന്നേരം പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഐറ്റമാണ് കൂണ്. അപ്പോൾ വീടുകളിലൊക്കെ കൂണ് കൃഷി ചെയ്താൽ നമുക്ക് തന്നെ അത് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നീടിടാം, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ പിന്നീടിടാം. ഓക്കെ, താങ്ക് യു. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മകൻ്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു.